അമ്മ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പണികൾക്ക് എനിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അങ്ങനെ ഇന്ന് അത് രാവിലെ 10 മണിക്ക് ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റപ്പോ വീടിന്റെ പേരിൽ എന്തോ വെട്ടിപ്പൊളിക്കുന്ന ശബ്ദം. പോയി നോക്കിയപ്പോ എന്റെ അമ്മയുടെ സ്ഥിരം കലാപരിപാടികൾ തന്നെ. ചെറുപ്പം തൊട്ടേ ഈ കാഴ്ച എനിക്ക് പതിവാണ്. അങ്ങനെ രാവിലെ തന്നെ ചായയും കുടിച്ച് നമ്മുടെ പുൽക്കൂടിന്റെ ഭംഗിക്ക് നോക്കി അമ്മ എടുത്ത് പോയപ്പോ അമ്മ ചോദിക്കുക, അല്ല ചോറുണ്ണില്ലേ? ദൈവമേ വീണ്ടും ആ ചോദ്യം. അപ്പൊ എനിക്കുള്ള പണി വരുന്നുണ്ടെന്താ? അങ്ങനെ ഫുഡ് അടിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ ഒരു വിളി, മോനെ ഒന്ന് വന്നേന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോ അമ്മ അമ്മയുടെ സ്ഥാനം എനിക്ക് ഒഴിഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തുടങ്ങിക്കോ. അല്ലെങ്കിലും ഇത് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ എന്റെ പുറം പള്ളിപ്പുറം ഒന്ന് മനസ്സിലായപ്പോ അമ്മ പുൽക്കൂട് എടുക്കുന്ന സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞ് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന്. ഹലോ, എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നേരെ തൃശ്ശൂർ കിട്ടും. അങ്ങനെ നമ്മുടെ പുത്തമ്പള്ളിയിൽ അവിടെ കുറച്ചു നേരം കറങ്ങിയിരുന്ന ക്രിസ്മസ് ഉള്ള സ്റ്റാറും പുൽക്കൂട്ടൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാൻ തിരിച്ചു വന്നുട്ടാ. അങ്ങനെ ഉറങ്ങി കിടക്കണ അമ്മനെ വിളിച്ചോടുന്ന് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മ ചോദിക്കുക, ഉണ്ണീശോയും ടീമൊക്കെ എവിടെയായിരുന്നു? എല്ലാം വാങ്ങി, രൂപങ്ങൾ വാങ്ങാൻ മാത്രം മറന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അങ്ങനെ നമ്മുടെ ഉണ്ണീശോയും ടീമിനൊക്കെ നാളെ പോയി വാങ്ങാന്ന് പറഞ്ഞ് ഞങ്ങള് ബാക്കി പരിപാടി സെറ്റ് ആക്കിട്ടാ. ചേട്ടാ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ട് അമ്മ പുൽക്കൂട് ഉണ്ടാക്കണെന്ന് വെച്ചാൽ വേണമെങ്കിൽ പോയി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ എന്റെ അമ്മയാണ് തിന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ നോക്കിയപ്പോ അമ്മ തന്നെ മാലബൾബ് ഇട്ടിട്ട് അതും നോക്കിയാ സൂപ്പറാന്ന് പറഞ്ഞിരിക്കും. എന്തൊക്കെ കാണണം ദൈവമേ. അങ്ങനെ സ്റ്റാർ കൂടി തൂക്കി കഴിഞ്ഞപ്പോഴേ പുൽക്കൂടിന് അമ്മ ഒരു സജഷൻ പറഞ്ഞു. സത്യം പറഞ്ഞ അതുകൂടി കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ദേ ഇതാണ് സംഭവം. അമ്മയുടെ ഒറ്റ ഐഡിയ കൊണ്ട് പുൽക്കൂടിന്റെ ലുക്കേ മാറി. എന്തുട്ടാ മൊത്ത സന്തോഷം അല്ലേ? അപ്പ ശരിട്ടാ.